നമസ്കാരം. ആറന്മുളയിൽ അടുത്തു തന്നെ ആരംഭിക്കാൻ സാധ്യതയുള്ള ആറന്മുള ഇന്റർനാഷണൽ എയർപോർട്ടിനു വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ സങ്കടങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അത്ര ഭംഗിയില്ലാത്ത ഒരു ആറന്മുള കണ്ണാടിയുമായി ഈ ആഴ്ചത്തെ കാഴ്ചപ്പതിപ്പ് നമ്മൾ ആരംഭിക്കുന്നു. ബംഗാളിലെ നന്ദിഗ്രാം സിംഗൂർ സമരങ്ങൾക്കും എറണാകുളം മുലമ്പിള്ളി സമരത്തിനും ശേഷം ജനതയുടെ ചോരയും കണ്ണീരും വീഴാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥലത്തു നിന്നാണ് ഈ ആഴ്ചത്തെ കാഴ്ചപ്പതിപ്പ് നമ്മൾ ആരംഭിക്കുന്നത്. വിമാനത്താവളത്തിനു വേണ്ടി ഒരു ജനത കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്ന ആറന്മുളയിൽ നിന്ന്, കേരളത്തിലെ രണ്ട് പൈതൃക പ്രദേശങ്ങളിലൊന്നായ ആറന്മുളയിൽ നിന്ന്, നിരവധി കണ്ടൽക്കാടുകളും ജൈവ വൈവിധ്യ മേഖലകളും കൊണ്ട് സജീവമായ ആറന്മുളയിൽ നിന്ന്, ഒരുപക്ഷെ ആറന്മുളയിലെ ജനതയെ സമർത്ഥമായി കബളിപ്പിച്ച് സർക്കാർ സ്വകാര്യ കമ്പനിക്ക് ജനതയുടെ ഭൂമി കൈമാറുന്ന രസികൻ തട്ടിപ്പിന്റെ കഥ. ആറന്മുളയിൽ വഞ്ചി ഇറങ്ങുമ്പോൾ ആകാശങ്ങളിൽ വിമാനങ്ങളൊന്നും കണ്ടില്ല. എങ്കിലും പുഴയുടെ മിനുസത്തിളക്കത്തിൽ അടുത്തുതന്നെ ആറന്മുളയിൽ നിന്ന് പറന്നുയർന്നേക്കാവുന്ന വിമാനങ്ങളുടെയും ആറന്മുളയിലേക്ക് വന്നു ചേരാവുന്ന വിമാനങ്ങളുടെയും പ്രതിഫലനങ്ങൾ കണ്ടേക്കാം. ആറന്മുള കണ്ണാടിയിൽ എന്ന പോലെ. ആറന്മുള ഗസ്റ്റ് ഹൌസിനോട് ചേർന്ന കടവിൽ നിന്ന് നടന്ന് ആറന്മുള പട്ടണത്തിലേക്ക് തിരിയുമ്പോൾ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു യുവാവിനെ കണ്ടു. തൊട്ടുതാഴെ ഇങ്ങനെയുള്ള പോസ്റ്ററുകളും. സംസ്ഥാനത്തെ 2 പൈതൃക ഗ്രാമങ്ങളിലൊന്നായ പമ്പാനദിക്കരയിലെ ഈ ആറന്മുളയിൽ ജനങ്ങളെയും ജൈവ വൈവിധ്യ മേഖലയെയും കുടിയൊഴിപ്പിച്ചുകൊണ്ട് അഴിമതിയുടെ വിമാനത്താവളം വേണ്ടേ വേണ്ട എന്ന് പോസ്റ്ററുകൾ പറയുന്നു. ആറന്മുളയിൽ വിമാനത്താവളം വരികയാണെങ്കിൽ ഉറപ്പായും മണ്ണിട്ട് നികത്തപ്പെടാൻ പോകുന്ന ഈ വയലിനരികിലെ റോഡിലൂടെ കൃഷിപ്പണി കഴിഞ്ഞു വരികയായിരുന്ന പെണ്ണുങ്ങളെ കണ്ടു. ഇത് ഈ എയർപോർട്ടിന് വലിയ ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്. ഞങ്ങൾ ഒരിക്കലും മാറത്തില്ല. എയർപോർട്ടേ ഞങ്ങൾക്ക് വേണ്ട. കുറെ ആളുകൾക്ക് തൊഴിലൊക്കെ കിട്ടുന്നതാണ്. തൊഴിലേ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ എയർപോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് തൊഴിൽ കിട്ടിയാലും കിട്ടിയില്ലേലും വേണ്ട. ആറന്മുളയിൽ വിമാനത്താവളമെന്ന വികസന പദ്ധതിയുടെ പെരുമ്പറ കേട്ടു തുടങ്ങിയിട്ട് 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ വികസന പെരുമ്പറയ്ക്ക് പിന്നിലുള്ള കളികളും കള്ളക്കളികളും അറിയണമെങ്കിൽ അല്പം ക്ഷമയോടെ കാതു കൂർപ്പിക്കേണ്ടി വരും. കുറച്ചു നേരത്തേക്ക് സുഖകരമല്ലാത്ത ചില കണക്കുകൾ. പത്തനംതിട്ട ജില്ലയിലെ കടമ്പിനിട്ടയിൽ മോൺസിയോർ എന്ന ട്രസ്റ്റിന്റെ ചെയർമാൻ എബ്രഹാം കരമണിൽ കിടങ്ങന്നൂർ, ആറന്മുള, മല്ലപ്പുഴശ്ശേരി എന്നീ വില്ലേജുകളിൽ പലയിടങ്ങളിലായി 300 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങിയതിൽ നിന്ന് ആറന്മുള വിമാനത്താവള തട്ടിപ്പിന്റെ കഥ ആരംഭിക്കുന്നു. ഇങ്ങനെ വാങ്ങിയ 300 ഏക്കറിൽ 50 ഏക്കർ അനധികൃതമായി നികത്തപ്പെട്ടു. ഭൂമി നികത്തിയതിന്റെ കൂട്ടത്തിൽ സർക്കാർ ഭൂമിയും നികത്തപ്പെട്ടു. അന്ന് ഈ നിലം നികത്തലിനെതിരെ മുൻ MLA-യും CPM നേതാവും മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ വിശ്വസ്തനുമായ KC രാജഗോപാൽ ആറന്മുളയിൽ സത്യാഗ്രഹം പോലും നടത്തി. ഈ ഘട്ടത്തിലാണ് എബ്രഹാം കരമണിൽ ഒരു പ്രഖ്യാപനം നടത്തിയത്. വിദേശ മലയാളികളുടെ സഹായത്തോടെ ആറന്മുളയിൽ വിമാനത്താവളം തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒപ്പം വിദേശ മലയാളികളടങ്ങുന്ന കമ്പനി രൂപവൽക്കരിച്ച് പ്രവർത്തനവും തുടങ്ങി. ആറന്മുള ഏവിയേഷൻ കമ്പനി എന്നാണ് പേര്. ഇതോടെ നേരത്തെ സത്യാഗ്രഹം നടത്തി പ്രതിഷേധിച്ച KC രാജഗോപാലും CPM-ഉം സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. പിന്നെ നാം കേൾക്കുന്ന വാർത്ത അത്രയും കാലം കെട്ടിട നിർമ്മാണ പ്രവർത്തനത്തിന്റെ മാത്രം പേരിൽ അറിയപ്പെട്ടിരുന്ന ചെന്നൈയിലെ KGS ഗ്രൂപ്പിന് എബ്രഹാം കരമണിൽ പുഞ്ചപ്പാടം വിൽക്കുന്നതാണ്. നിലം നികത്തിയതിനെതിരെ എബ്രഹാമിന്റെ മോൺസിയോർ ട്രസ്റ്റിനെതിരെ കേസ് നിലവിലുണ്ടായിരുന്നു. എന്നിട്ടുപോലും KGS ഗ്രൂപ്പ് ആധാരം രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഭൂമി പോക്കുവരവ് നടത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു. എങ്കിലും റിലയൻസ് ഗ്രൂപ്പിനു കൂടി പങ്കാളിത്തമുള്ള കമ്പനിയായ KGS
ആറന്മുളയിൽ ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം തുടങ്ങാനുള്ള അപേക്ഷ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. തങ്ങൾക്ക് 350 ഏക്കർ ഭൂമി സ്വന്തമായുണ്ട് എന്ന് അവകാശപ്പെട്ടാണ് KGS ഗ്രൂപ്പ് അപേക്ഷ സമർപ്പിച്ചത്. പോക്കുവരവ് നടത്തി യഥാർത്ഥത്തിൽ അത്രയും ഭൂമി സ്വന്തമാക്കിയിരുന്നില്ല എന്ന കാര്യം മറച്ചുവെച്ചു. KGS ഗ്രൂപ്പ് എബ്രഹാമുമായും മറ്റു ചിലരുമായും ഇടപാടുകൾ നടത്തി എന്നത് സത്യമാണ്. ഏകദേശം 50 കോടി രൂപയ്ക്ക് 75 ആധാരങ്ങൾ നടത്തുകയുണ്ടായി. ഗ്രീൻഫീൽഡ് വിമാനത്താവളം തുടങ്ങാനുള്ള അപേക്ഷ വ്യവസായ വകുപ്പ് സെക്രട്ടറി T. ബാലകൃഷ്ണൻ മന്ത്രിസഭയ്ക്ക് വിട്ടു. ഇക്കാര്യത്തിൽ 2010 സെപ്റ്റംബർ 2-ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം ഒരു തീരുമാനമെടുത്തു. തീരുമാനം ഇതായിരുന്നു: നിലവിലെ നിയമവ്യവസ്ഥകൾക്ക് വിധേയം മാത്രം KGS ഗ്രൂപ്പ് സ്വന്തം നിലയ്ക്ക് ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തിക്കൊള്ളണം. ഇതോടെ KGS പുതിയ തന്ത്രമെടുത്തു. തങ്ങളുടെ കൈവശം 350 ഏക്കർ ഭൂമി മാത്രമേയുള്ളൂവെന്നും വിമാനത്താവളം തുടങ്ങാൻ മറ്റൊരു 150 ഏക്കർ ഭൂമി കൂടി ആവശ്യമുണ്ടെന്നും അത് സർക്കാർ തന്നെ ഏറ്റെടുത്തു തരണമെന്നും അവർ വ്യവസായ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഓർക്കണം, നേരത്തെ മന്ത്രിസഭ ഈ വിമാനത്താവള പദ്ധതിക്ക് അനുമതി നൽകിയത് തന്നെ ആവശ്യമായ ഭൂമി KGS ഗ്രൂപ്പ് സ്വന്തം നിലയ്ക്ക് തരപ്പെടുത്തണം എന്ന വ്യവസ്ഥയോടെയായിരുന്നു. എന്നിട്ട് പോലും സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെടാനും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സർക്കാരിനെ ദല്ലാളാക്കാനും KGSന് എങ്ങനെ കഴിഞ്ഞു? സർക്കാർ വിചാരിച്ചാൽ മാത്രമേ ഇപ്പോൾ സൂചിപ്പിച്ച 350 ഏക്കറിന്റെ ചുറ്റുവട്ടത്തെ ഭൂമി എളുപ്പത്തിൽ സ്വകാര്യ കമ്പനിക്ക് മറിച്ചു കൊടുക്കാനാവൂ. അത് സംഭവിക്കുകയും ചെയ്തു. മന്ത്രിസഭാ തീരുമാനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വ്യവസായ വകുപ്പ് നിയമവിരുദ്ധമായി ആവശ്യപ്പെട്ട സ്ഥലവും അതിലധികവും അനുവദിച്ചുകൊടുത്തു. KGS ഗ്രൂപ്പ് വിമാനത്താവള നിർമ്മാണത്തിനു വേണ്ടി ആവശ്യപ്പെട്ടത് ചുറ്റുവട്ടത്തെ 150 ഏക്കർ ഭൂമിയാണ്. എന്നാൽ സർക്കാർ 500 ഏക്കർ ഭൂമി തന്നെ വിമാനത്താവള പദ്ധതിക്കായി നോട്ടിഫൈ ചെയ്ത് ഉത്തരവിറക്കി. ആവശ്യമായ ഭൂമി KGS ഗ്രൂപ്പ് സ്വന്തം നിലയ്ക്ക് തരപ്പെടുത്തണം എന്ന വ്യവസ്ഥ മുന്നോട്ട് വച്ച അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്നെ പിന്നീട് പത്തനംതിട്ട കളക്ടർ KGS ഗ്രൂപ്പിന് അനുകൂലമായി പ്രവർത്തിക്കണം എന്ന ആജ്ഞ പുറപ്പെടുവിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കത്തക്ക വിധം ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് ആവശ്യമായ സത്വര നടപടികൾ സ്വീകരിച്ച് വിവരം അറിയിക്കുക എന്നതായിരുന്നു ആ ആജ്ഞ. 2011 ഫെബ്രുവരി 24-ന് KGS ഗ്രൂപ്പിനു വേണ്ടി വ്യവസായ വകുപ്പ് 500 ഏക്കർ ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ ഉത്തരവിറക്കി. മാർച്ച് 1-ന് ഗസറ്റിൽ വിജ്ഞാപനവും ഇറക്കി. ആറന്മുള, മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ വില്ലേജുകളിൽപ്പെട്ട 300ഓളം കുടുംബങ്ങൾക്ക് കിടപ്പാടവും 600ഓളം കുടുംബങ്ങളുടെ വസ്തുവകകളും ചെന്നൈ കമ്പനിക്ക് സർക്കാർ ഏറ്റെടുത്തു കൊടുക്കുന്നു എന്ന ഈ വിളംബരം പുറപ്പെടുവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് മാത്രമായിരുന്നു. ഇപ്പോഴും വിമാനത്താവള കമ്പനിയുടെ പേരിൽ 1 ഇഞ്ച് ഭൂമി പോലും പോക്കുവരവ് ചെയ്ത് കിട്ടിയിട്ടില്ല. അതിന് കാരണം നമുക്കറിയാം, മെർക്കിൻസ്റ്റൺ ഭൂമി ഇടപാടിൽ ഉണ്ടായതുപോലുള്ളൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിന് യോജ്യമല്ലാത്ത ഭൂമിയാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഇത് പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ കളക്ടർ വിസമ്മതിച്ചു. മാത്രമല്ല, പോക്കുവരവ് ചെയ്തു കൊടുക്കണമെങ്കിൽ 2 കുഴപ്പമുണ്ട്. ഒന്ന്, ഭൂപരിധി നിയമങ്ങൾ പാലിക്കണം. ഭൂപരിധി നിയമങ്ങൾ ലംഘിക്കാതെ ചെയ്യാൻ പറ്റില്ല. ഒരു സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെ ഇത്രയധികം ഭൂമി കൊടുക്കുക? 2, ഇത് തണ്ണീർത്തടങ്ങളും നെൽവയലുകളുമാണ്. തണ്ണീർത്തടങ്ങളും നെൽവയലുകളുമാണെങ്കിൽ ആ സംഗതി, ആ ഭൂമി നിങ്ങൾക്ക് ഇതുപോലൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. സാൻഫോർഡ് ഇലക്ട്രോണിക്സ് കാഴ്ച പതിപ്പ്. Reach where you wish. Timbers LED flashlight. How much do you love me? This much. Bhima Gold, pure gold, diamonds and platinum. ഇഷ്ട ഫിലിം എനിക്ക് ഇപ്പൊ ഉണ്ടാക്കേണ്ടതാ. എന്നിട്ടാ നിന്റെ കാസ്റ്റിംഗ് അടുത്ത കൊല്ലം? ഡേ, ഇരു നിറത്തിലുള്ള ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഇത്ര വിഷമോ? കവളത്ത് കാക്കപ്പുള്ളിയുള്ള ഒരു പെൺകുട്ടി. മോളെ, മനസ്സിൽ പൊട്ടിയോ? പിന്നൊരു മോഡേൺ പെൺകുട്ടി, നീലമിഴിയുള്ള, എപ്പോഴും കാർക്കൂന്തൽ താലോലിച്ചു കൊണ്ടിരിക്കുന്നവള്. എന്തേ, നിന്റെ മനസ്സിലും പൊട്ടിയോ? എന്റെ ഇഷ്ട, നിന്നെ കൊണ്ടാവില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ പിക്ചർ പിടിക്കും, ഞാൻ കാസ്റ്റിംഗ് ചെയ്യാം. സോറി സാറിന്റെ മനസ്സിലും പുതിയ കാഡ്ബറി ഷോർട്സ് വിത്ത് ഫ്രണ്ട്സ് പാക്ക്.
ഈ സൗഹൃദത്തിനല്പം മധുരം പകരാം. നിങ്ങൾ പല്ലുപുളിപ്പിന്റെ വേദന സഹിക്കേണ്ടെന്ന് ഞങ്ങൾ തെളിയിക്കും. ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഞാൻ അതിലെ നട്ട് കടിക്കുമ്പോൾ തന്നെ എന്റെ വായ മുഴുവൻ വേദനിക്കും. ഇനി നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടതില്ല. കോൾഗേറ്റ് സെൻസിറ്റീവ് പ്രോ റിലീഫ് ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് വേദന തോന്നുന്നിടത്ത് ഇത് പുരട്ടൂ. മടിക്കേണ്ട, കഴിച്ചു നോക്കൂ. I'm able to take the cold. കാരണം പല്ലുപുളിപ്പിന്റെ വേദനയിൽ നിന്ന് ഉടനടി ആശ്വാസത്തിന് അത് തുറന്ന ട്യൂബുൾസിനെ സീൽ ചെയ്ത് റിപ്പയർ ചെയ്യുന്നു. നീണ്ട ഫലത്തിന് ദിവസവും ബ്രഷ് ചെയ്യൂ. I can eat ice creams. കോൾഗേറ്റ് സെൻസിറ്റീവ് പ്രോ റിലീഫ് ഉടനടി നീണ്ടു നിൽക്കുന്ന ഫലത്തിന് പുളിപ്പുള്ള പല്ലിനെ റിപ്പയർ ചെയ്യുന്നു. വിവരാവകാശ നിയമപ്രകാരം ആറന്മുള വില്ലേജ് ഓഫീസർ 2011 നവംബർ 28 നൽകിയ രേഖകൾ അത് തെളിയിക്കുന്നത് ആറന്മുള വില്ലേജിൽ KGS ഗ്രൂപ്പിന്റെ പേരിൽ ഭൂമി ഇല്ല എന്നാണ്. മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ, ആറന്മുള വില്ലേജുകളിൽ പല ഇടങ്ങളിലായി മോൺസിയോൺ ട്രസ്റ്റ് വാങ്ങിയ നിലം കാണിച്ചാണ് കമ്പനിക്ക് അനുകൂലമായി മന്ത്രിസഭാ തീരുമാനം എടുപ്പിച്ചത്. റവന്യൂ രേഖകൾ അനുസരിച്ച് സ്വന്തമായി 1/4 സെന്റ് ഭൂമി പോലുമില്ലാത്ത KGS ഗ്രൂപ്പ് എങ്ങനെ ആറന്മുളയിൽ വിമാനത്താവളം ഉണ്ടാക്കും എന്ന വസ്തുത തന്ത്രപൂർവ്വം അവഗണിച്ചാണ് കമ്പനിക്ക് സർക്കാർ ഏറെ ആനുകൂല്യങ്ങൾ നൽകിയത്. ഭൂമി സ്വന്തമായില്ലാത്ത KGS ഗ്രൂപ്പിന് വിമാനത്താവളം നിർമ്മിക്കാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ആറന്മുള MLA KC രാജഗോപാലാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് എന്ന കാര്യം ഓർക്കണം. ആവശ്യമായ ഭൂമി KGS ഗ്രൂപ്പ് സ്വന്തം നിലയ്ക്ക് തരപ്പെടുത്തണം എന്ന വ്യവസ്ഥ മുന്നോട്ടുവച്ച മന്ത്രിസഭാ തീരുമാനം രണ്ടാമതും അട്ടിമറിക്കപ്പെടുന്നത് 2011 ഫെബ്രുവരി 24-നാണ്. അന്ന് ആറന്മുള, മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ വില്ലേജുകളിലെ 3000-ഓളം ആളുകളുടെ 500 ഏക്കറോളം സ്ഥലം വ്യവസായ വകുപ്പ് ആരെയും അറിയിക്കാതെ ഏറ്റെടുക്കുകയും ഈ സ്ഥലത്തെ വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ ചതി ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഗൂഢതന്ത്രത്തിലൂടെ കുറേ ആളുകൾ ഭൂമി വാങ്ങിക്കൂട്ടുകയും അത് മറച്ചു വിൽക്കാൻ ഉള്ള തന്ത്രങ്ങൾ ഇടുകയും അതിനിടയിൽ അതുമടക്കമുള്ള വലിയൊരു പ്രദേശം വ്യാവസായിക മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്യാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. വ്യവസായ മേഖലയെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് പാടം നികത്താം, കൊന്നിടിക്കാം, ചിലപ്പോൾ ഒരുപാട് ഇളവുകൾ കിട്ടും. അങ്ങനെ സംഗതികൾ ഉപയോഗിച്ച് ആ തന്ത്രം ഉപയോഗിച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാനാണ് ശ്രമിച്ചത്. അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയായിരുന്നു ഈ പ്രഖ്യാപനം. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന നിയമപ്രകാരം ആവശ്യമായ ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളും ക്ലിയറൻസുകളും എളുപ്പം ലഭിക്കാൻ ആറന്മുള പദ്ധതിയെ ഏകജാലക വ്യവസായ ക്ലിയറൻസ് ബോർഡായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലങ്ങളിൽ ആറന്മുളയിൽ ഏതാണ്ട് 500 ഏക്കറോളം പ്രദേശം ആറന്മുളയെ KGS ഗ്രൂപ്പിന് വേണ്ടി ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് സ്വകാര്യ കമ്പനിക്ക് വേണ്ടി വ്യവസായിക മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതോടെ നേരത്തെ കേന്ദ്ര സർക്കാർ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ച ആറന്മുള ഇപ്പോൾ വ്യാവസായിക മേഖലയായി രൂപം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് 3000-ഓളം പേരെ കുടിയൊഴിപ്പിച്ച് മാത്രമേ വിമാനത്താവളമടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കാനാവൂ എന്നും വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എയർപോർട്ടേ വേണ്ട, വേണ്ട. അല്ലേ എയർപോർട്ട് വരുന്നൊരു വികസനമേ വേണ്ട. ഈ പാവങ്ങളെല്ലാം ഒഴിപ്പിച്ചിട്ട് എന്തിനാ ഒരു കുന്തവും വേണ്ട ഇവിടെ. പൈതൃക ഗ്രാമമായ ആറന്മുളയിൽ ഇനി അധികകാലം ഈ പച്ചപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട. ഒരു വ്യാവസായിക മേഖലാ പ്രഖ്യാപനവും വിമാനത്താവളത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ ജനങ്ങൾക്ക് ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ ആശങ്ക ദൂരീകരിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അരിങ്ങോട്ട് മഹാദേവ ക്ഷേത്രമെന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. എന്തൊക്കെ തരം മരങ്ങളുണ്ട് ഇവിടെ? ഇതിൻ്റെ അകത്തിലെ തെറ്റി ഉണ്ട്, പൈനുണ്ട്, ഞാറയുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള, അതുപോലെ തന്നെ പക്ഷികളെ, അണ്ണാനെ, അങ്ങനെ പിന്നെ പാമ്പുകളെ, ഈ കാവിൻ്റെ അകത്ത് അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളും ഇതിൻ്റെ അകത്തിൽ മനുഷ്യനുൾപ്പെടെ എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് വളരെ സുഖമായിട്ട് കഴിയത്തക്ക ഒരു അന്തരീക്ഷമുള്ളൊരു ക്ഷേത്രമാണ്. ഈ വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ബാധിക്കും? വിമാനത്താവളം വന്നാൽ തീർച്ചയായിട്ടും ഈ വിമാനത്താവളത്തിൻ്റെ ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജൈവ വൈവിധ്യം നിറഞ്ഞ ഈ പ്രകൃതി രമണീയമായ ഈ ക്ഷേത്രം ഇല്ലാതാക്കിക്കൊണ്ട് വിമാനത്താവളം പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. പമ്പാ നദി കരകവിഞ്ഞൊഴിഞ്ഞപ്പോൾ ആദ്യം വെള്ളം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഈ പാടങ്ങളെന്ന് പറയുന്നത്. അത് പുഞ്ചയാണ്, ആറന്മുള പുഞ്ചയാണ്. ആ പാടങ്ങളെല്ലാം തന്നെ നികന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല.
ഇപ്പം വെള്ളം പൊങ്ങിയാൽ നേരിട്ട് അവരോട് വീട്ടിൽ കയറുക എന്നല്ല, മറ്റേ അങ്ങനല്ല. അവർ ആദ്യം വെള്ളം പൊങ്ങി അത് പാടങ്ങൾ നികന്ന് കഴിഞ്ഞ ശേഷം മാത്രമേ റോഡിലോട്ട് പോലും കയറുള്ളൂ. അതുപോലെ വെള്ളം താഴെ പെട്ടെന്ന് വെള്ളം ഒഴിഞ്ഞു പോകാനായിട്ടൊരു സൗകര്യം വരണം ഈ പുഞ്ച പാടങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം തന്നെ നശിച്ചു. ഇപ്പം വെള്ളം ഇപ്പം ആറ്റിൽ വെള്ളമില്ല, വെള്ളം പൊങ്ങിയാൽ തന്നെ നേരിട്ട് റോഡിൽ കയറുക. കാരണം എല്ലാം ഒരേ നിരപ്പ് ആയി. മറ്റേ താഴ്ന്നതും കളന്ന സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ നീർച്ചാലുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ സന്തുലിത അവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു രീതിയല്ല കണക്കിന്. വികസനം വേണം. പ്രകൃതിയുടെ ആ ഒരു സന്തുലിത അവസ്ഥ നിർത്തി തന്നെ വികസനമാകാമല്ലോ. വികസനത്തിന് ആരും എതിരല്ല. ആറന്മുളയുടെ ആ ഗ്രാമീണ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുള്ള വികസനം. ആറന്മുള എന്ന് പറയുന്നതിന് ക്ഷേത്രം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മെയിനായിട്ട് ആറന്മുളയെ സംബന്ധിച്ചാവുന്നത്. അത് ഒരു ആ ഗ്രാമീണ അന്തരീക്ഷം അത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം നെടുമ്പാശ്ശേരി ഒക്കെ പോയി നിൽക്കുന്ന പോലെ ഉള്ളു ആറന്മുള എന്ന് പറയുന്നത്. ആറന്മുളയ്ക്ക് ആ സ്പെഷ്യാലിറ്റി നഷ്ടപ്പെടുക തീർച്ചയായിട്ടും. ആറന്മുളയെ പോലെയുള്ള ഒരു പൈതൃക ഗ്രാമത്തിൽ തീർച്ചയായിട്ടും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല എന്നിരിക്കെ ഒരു ബസ് ഷെൽട്ടറോ അല്ലെങ്കിൽ അമ്പലത്തിലെത്തുന്ന ആളുകൾക്ക് ഒന്ന് സ്വസ്ഥമായി സ്വന്തം പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനൊരു അവസരമില്ലാതിരിക്കെ ഒരു എയർപോർട്ട്, അതും ജനങ്ങളുടെ വിശ്വാസത്തിനുമേൽ വിമാനം പറത്തി എന്ത് വികസനമാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഇവിടുത്തെ അധികാരികൾ വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. സാൻഫോർഡ് ഇലക്ട്രോണിക്സ് കാഴ്ചപ്പതിപ്പ്. സ്വർണം വാങ്ങാനെത്തുമ്പോൾ രാജകീയ പരിഗണന ലഭിച്ചാൽ സന്തോഷം, ഒപ്പം സവിശേഷ ആനുകൂല്യങ്ങളും ലഭിച്ചാൽ അതിലെ സന്തോഷം. ഡെയിലി വെയർ ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% മുതൽ. സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാമിന് 30 രൂപ ബോണസ്. ഈ ആനുകൂല്യം മലബാർ ഗോൾഡ് ഷോറൂമുകളിൽ മാർച്ച് 31 വരെ. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. ആഹാ ഗൗരി, എങ്ങോട്ടാ യാത്ര? ആഹാ, നമ്മുടെ ഒരു പരിചയക്കാരൻ ഗൾഫിൽ ഗൗരിക്ക് ഒരു വീട്ടുജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവള് 10ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലോ. മാത്രമല്ല പ്രായത്തിൽ അവള് 30 വയസ്സിന് താഴെയാണ്. നിങ്ങൾ സമയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോള് വഞ്ചിക്കപ്പെട്ടേനെ. 30 വയസ്സിന് താഴെ പ്രായമുള്ളവർ 10ാം ക്ലാസ് പാസ്സല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ വീട്ടുപണിക്ക് പോകുന്നത് നിയമവിരുദ്ധമാ. ആളുകൾ എന്തും പറയട്ടെ, ഒരു രജിസ്റ്റേർഡ് ഏജന്റ് വഴി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഇന്ത്യൻ എംബസി മുഖേന അറ്റസ്റ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? പ്രവാസി ഭാരതീയ കാര്യ മന്ത്രാലയം, ഭാരത സർക്കാർ. ഫിലിം എനിക്ക് ഇപ്പൊ ഉണ്ടാക്കേണ്ടതാ. എന്നിട്ടാ നിന്റെ കാസ്റ്റിംഗ് അടുത്ത കൊല്ലം? ഡേ, ഇരു നിറത്തിലുള്ള ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഇത്ര വിഷമോ? കവളത്ത് കാക്കപ്പുള്ളിയുള്ള ഒരു പെൺകുട്ടി. മനസ്സിൽ ലെഡ് പൊട്ടിയോ? പിന്നൊരു മോഡേൺ പെൺകുട്ടി, നീലമിഴിയുള്ള എപ്പോഴും കാർക്കൂന്തൽ താലോലിച്ചു കൊണ്ടിരിക്കുന്നവള്. എന്തേ നിന്റെ മനസ്സിലും പൊട്ടിയോ? എന്റെ ഇഷ്ട, നിന്നെ കൊണ്ടാവില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ പിക്ചർ പിടിക്ക്, ഞാൻ കാസ്റ്റിംഗ് ചെയ്യാം. സോറി സാറിന്റെ മനസ്സിലും പുതിയ കാഡ്ബറി ഷോർട്സ് വിത്ത് ഫ്രണ്ട്സ് പാക്ക്. ഇനി സൗഹൃദത്തിനൽപ്പം മധുരം പകരാം. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പലതരത്തിലുള്ള ഭീതിയുണ്ട്. ഒന്ന്, അവരുടെ നെൽപ്പാടങ്ങൾ, കൃഷിയിടങ്ങൾ, അതുപോലെ വെള്ളം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നം. രണ്ട്, അവരുടെ വീട് നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നം. ഇതിനൊക്കെ പുറമേ അവരുടെ സംസ്കാരം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അവിടെ ജനങ്ങൾ വളരെ ശക്തമായും സാംസ്കാരികമായൊരു പ്രതിരോധം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആറന്മുള വളരെ പ്രസിദ്ധമാണ്, ചരിത്ര പ്രസിദ്ധമാണ്, പുരാണ പ്രസിദ്ധമാണ്. അവരുടെ വള്ളംകളിയെ ബാധിക്കുന്നു, അവരുടെ ക്ഷേത്രാചാരങ്ങളെ ബാധിക്കുന്നു. ഇതിനകത്ത് കാവുകളുണ്ട്, കാവുകൾ ഈ വിമാനത്താവളത്തിനകത്തുണ്ട്, അത് നശിച്ചു പോകുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആറന്മുളയിലെ ജൈവ വൈവിധ്യമുള്ള 14ഓളം ക്ഷേത്രക്കാവുകളും വൃക്ഷലതാദികളും കൃഷിഭൂമികളും നെൽപ്പാടങ്ങളും തോടുകളും നികത്തിക്കൊണ്ട് വിമാനത്താവളം വരുമ്പോൾ മറ്റു ചില കണക്കുകൾ കൂടി സ്വാഭാവികമായും ഉയരും. ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് ആറന്മുളയിൽ അനുമതി കൊടുക്കണമെങ്കിൽ നിലവിലുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് പുതിയതിന് കുറഞ്ഞത് 150 കിലോമീറ്റർ വ്യോമദൂരം ഉണ്ടായിരിക്കണം. കേരളത്തിന് ആകെയുള്ള വ്യോമദൂരം തന്നെ 600 കിലോമീറ്ററാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വിമാനത്താവളം അവിടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും വിമാനത്താവളമുണ്ട്. അത് 100 കിലോമീറ്ററിന് താഴെ വേറൊരു പുതിയ വിമാനത്താവളം വരാൻ പാടില്ല. ഫ്ലൈയിങ് ഡിസ്റ്റൻസ് 100 കിലോമീറ്ററിന് താഴെ. ഇത് 68 കിലോമീറ്ററേ ഉള്ളൂ തിരുവനന്തപുരത്തേക്കും കൊച്ചിക്ക് 60ഉം 68ഉം. അങ്ങനെയുള്ളൊരു വിമാനത്താവളം ആവശ്യമുണ്ടോ? മാത്രമല്ല അങ്ങനെ എയർപോർട്ട് വരണമെങ്കിൽ അത്രയധികം തിരക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഒരു തിരക്ക് ബോധ്യപ്പെടുത്താനില്ല. മാത്രമല്ല ഇതൊരു സ്വകാര്യ വിമാനത്താവളമാണ്.
ഈ വിമാനത്താവളം വരുന്നതോടുകൂടി പൂർണ്ണമായും പൊതുമേഖലയിലുള്ള തിരുവനന്തപുരം വിമാനത്താവളവും ഭാഗികമായെങ്കിലും പൊതുമേഖലയിലുള്ള കൊച്ചി വിമാനത്താവളവും ഇല്ലാതാവും. ഇവിടെ യഥാർത്ഥത്തിൽ വിമാനത്താവളം വരുന്നതല്ല പ്രധാന പ്രശ്നം. ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. കേരളത്തിൽ ഇപ്പോൾ ഏത് പ്രോജക്റ്റും വരുന്നത് റിയൽ എസ്റ്റേറ്റ് ലോബികളുടെ ഭാഗമായാണ്. ഇതിൻ്റെ ഭാഗമായി വലിയ തോതിൽ അവിടെ പാടം നികത്താൻ കഴിയും, വലിയ തോതിൽ മറ്റിടപെടൽ നടത്താൻ കഴിയും, അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വരും, മറ്റ് സംഗതികൾ വരും. ഒരു പ്രദേശത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ സംഗതി വരലാണ് എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അതിൻ്റെ പുറത്ത് ഭൂമി ആളുകളെ കുടിയൊഴിപ്പിച്ച് ഭൂമി ഏറ്റെടുത്ത് വൻതോതിൽ മറിച്ച് വ്യാപാരം നടത്തുന്ന ഒരു വലിയ ലോബിയാണ് അവിടെയുള്ളത്. ആറന്മുളയിൽ നിന്ന് മടങ്ങുമ്പോൾ കവുങ്ങുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ബസ് സ്റ്റോപ്പിൽ കൂലിപ്പണി കഴിഞ്ഞിരിക്കുന്ന നാട്ടുകാരെ കണ്ടു. ആറന്മുളയുടെ ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കാൻ പോകുന്ന വിമാനങ്ങളെക്കുറിച്ച് അവരോട് ചോദിച്ചു. സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർ അവർ കുടിയൊഴിപ്പിക്കുന്നു പറഞ്ഞാൽ അവർ കിട്ടുന്ന വിലയ്ക്ക് അവർ വിൽക്കുന്നത് മാറും. അപ്പോൾ അതെന്താണെന്നറിയാം, ദുർബലം നോക്കി അവർ വെടിവെക്കും. അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഇവർ ഏതൊരു കക്ഷികളായാലും അങ്ങനെ തന്നെ അത് ചെയ്യാൻ അവർ സാധ്യമാകും. അപ്പോൾ എന്താ പറയുക, പിന്നെ സാധാരണ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ കൊണ്ടുവരിക. സമരം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗങ്ങളും ഇവിടെ പ്രത്യക്ഷത്തിൽ സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഓരോ സംഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. എങ്കിലും പ്രത്യക്ഷത്തിൽ തന്നെ ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭഗത് സിംഗ് ഈ രാജ്യത്ത് വെടിവെച്ച പോലെ തന്നെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അല്ല, അവര് പറയുന്നത് മാർച്ചിൽ തന്നെ ഇതിന് തറക്കല്ലിടും, പ്രധാനമന്ത്രി വന്നിട്ടാണ് തറക്കല്ലിടും. പ്രധാനമന്ത്രി പറയട്ടെ, അപ്പൊ ഇവിടുത്തെ ജനവികാരം എന്താണെന്ന് അദ്ദേഹം മാനിച്ചോളൂ. അത് ഇവിടുത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഔദ്യോഗിക തലത്തിലിരിക്കുന്ന പൊളിറ്റിക്കൽ ലൈനിലിരിക്കുന്ന ഏത് പുള്ളികൾ വന്നു കഴിഞ്ഞാലും അത് നടക്കില്ല. വികസനം വരേണ്ടത് എവിടേക്കാണ് എന്ന ചോദ്യം ഉയരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതം തന്നെയായ ഗ്രാമത്തിലേക്കും ജീവിതോപാധി തന്നെയായ പാടത്തേക്കും കൃഷിഭൂമികളിലേക്കുമാണോ എന്നതാവാം ആറന്മുളക്കാരുടെ പ്രധാന ചോദ്യം. ഞങ്ങളുടെ ജീവിതമായ കൃഷിഭൂമിയെ നിങ്ങൾ വെറുമൊരു വിമാനത്താവളമാക്കിയില്ലേ എന്ന് പിൽക്കാലം തിരിച്ചു ചോദിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. വിമാനത്താവളമാവാൻ നിർബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആറന്മുളയിലെ ഈ ജൈവ വൈവിധ്യ മേഖലയെ പശ്ചാത്തലത്തിൽ സാക്ഷിയാക്കിക്കൊണ്ട് കാഴ്ചപ്പതിപ്പിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ എതിർപ്പുകളും ദേഷ്യങ്ങളും നിർദ്ദേശങ്ങളും സ്നേഹങ്ങളും ശകാരങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം കാഴ്ചപ്പതിപ്പ്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചി 25. ഇമെയിൽ കാഴ്ചപ്പതിപ്പ്@jeevan.tv. ഫോൺ 8086009214. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.